നിങ്ങളെല്ലാവരും ടെലിവിഷൻ പരസ്യങ്ങളിലൂടെ മാത്രം കണ്ടിട്ടുള്ള വിഖ്യാതമായ രാമേശ്വരത്തെ പാമ്പൻ പാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1988 ഈ പാലം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമസ്കാരം. പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പഴയ സിലോണുമായി വ്യാപാര ബന്ധങ്ങൾ കാര്യക്ഷമമാക്കാൻ 1870 ബ്രിട്ടീഷുകാർ പാമ്പനിൽ കടൽപ്പാലത്തെക്കുറിച്ച് ആലോചിക്കുന്നു. 1911 ഓഗസ്റ്റിൽ നിർമ്മാണം ആരംഭിച്ചു. 1914 ഫെബ്രുവരി 24 തുറക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലം. ദൂരം 2.06 കിലോമീറ്റർ. 1964 ഡിസംബർ 23 ചുഴലിക്കാറ്റിൽ ഈ റെയിൽപാലം അപകടാവസ്ഥയിൽ ആകുകയും പിന്നീട് പ്രശസ്തനായ എഞ്ചിനീയർ മെട്രോമാൻ ഇ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ റെയിൽപാലത്തിൻ്റെ പ്രത്യേകത കപ്പലുകൾ വരുമ്പോൾ രണ്ടു വശത്തേക്കും ഉയരുന്ന സ്പാനുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. 2013 വീണ്ടും ഈ കടൽപ്പാലത്തിൽ തകരാറുകൾ കണ്ടെത്തുകയും ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കുകയും ഉണ്ടായി. 2016 റെയിൽവേ മന്ത്രാലയം റെയിൽപാലം പുനർനിർമ്മാണത്തിന് 25 കോടി രൂപ അനുവദിക്കുകയും ഈ തകരാറുകൾ നന്നാക്കി യാത്രാ ട്രെയിനുകൾ മാത്രം ഓടുകയും ചെയ്തു. 2018 ഡിസംബറിൽ വീണ്ടും ഈ പാലത്തിൻ്റെ ഒരു തൂണിൻ്റെ അപകടാവസ്ഥ പ്രദേശവാസികളായ മുക്കുവർ ശ്രദ്ധിക്കുകയും 2019 മാർച്ചിൽ അത് പരിഹരിക്കുകയും ഉണ്ടായി. പലതവണ ഈ പാലം നന്നാക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു പുതിയ റെയിൽപാലം നിർമ്മിക്കുന്നതിനായി തീരുമാനിക്കുകയും അതിനായി 250 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിക്കുകയും 2022 ഡിസംബർ മുതൽ ഇന്ത്യയുടെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും രാമേശ്വരത്തേക്കുണ്ടായിരുന്ന ട്രെയിനുകൾ മണ്ഡപം സ്റ്റേഷൻ വരെ ഓടാൻ തീരുമാനിച്ച് പഴയ റെയിൽപാലത്തിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചു. 2023 ഫെബ്രുവരിയിൽ പുതിയ റെയിൽപാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുകയുള്ളൂ എന്ന് റെയിൽവേയുടെ അറിയിപ്പുണ്ടായി. 2020 നിർമ്മാണം തുടങ്ങിയ പുതിയ റെയിൽപാതയുടെ കടൽപ്പാലമാണ് പുറകിൽ കാണുന്നത്. പുതിയ കടൽപ്പാലത്തിനടിയിലൂടെ കപ്പലുകൾ വരുമ്പോൾ രണ്ടു വശത്തു നിന്നും ഒരേ സമയം ഉയർത്തുന്ന സ്പാനാണ് വീഡിയോയിൽ കാണുന്നത്. ചുഴലിക്കൊടുങ്കാറ്റുണ്ടായ സമയത്ത് കടൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനിൽ ഉണ്ടായിരുന്ന 115 യാത്രക്കാരും അപകടത്തിനിരയായി. പാമ്പൻ പാലത്തിൽ നിന്നും രാമേശ്വരം ദ്വീപിലേക്ക്, ധനുഷ്കോടിയിലേക്ക്, അരീച്ചൽ മുനയിലേക്ക്. ഡോക്ടർ APJ അബ്ദുൽ കലാം ദേശീയ സ്മാരകം. പാമ്പനിൽ നിന്നും 9 കിലോമീറ്ററോളം മുമ്പോട്ട് ദേശീയപാത 87 ചേർന്ന് 2 ഏക്കറോളം സ്ഥലത്ത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെയും സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ച സ്മാരകം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മൃതദേഹം അടക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഡൽഹി രാജ്ഘട്ടിനടുത്ത് തീരുമാനിച്ചെങ്കിലും കുടുംബാംഗങ്ങളുടെ എതിർപ്പ് പരിഗണിച്ച് ജന്മദേശത്ത് അടക്കം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 നിർമ്മാണം ആരംഭിച്ച ഈ സ്മാരകം 2ാം ചരമവാർഷിക ദിനമായ 2017 ജൂലൈ 27 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. എല്ലാ ഇന്ത്യക്കാരും ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലം. വീണ്ടും മുമ്പോട്ട് രാമേശ്വരത്തേക്ക് പോകുന്ന വഴിയിൽ ദേശീയപാതയുടെ വലതുവശത്ത് പട്ടതാരി കഫേ. ഉടമസ്ഥൻ ശ്രീ രഘു. മിതമായ നിരക്കിൽ കേരളീയ വിഭവങ്ങൾ അടങ്ങിയ ആഹാരം ലഭ്യമായ ചെറിയ ഹോട്ടൽ. ഞാൻ ഇവിടുന്ന് രുചികരമായ ഒരു ബിരിയാണി കഴിച്ചു. അതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മഗൃഹത്തിന് മുൻപിൽ, ഹൗസ് ഓഫ് കലാം. ഏറ്റവും ജനകീയനായിരുന്ന മുൻ രാഷ്ട്രപതിയുടെ സ്മൃതി മണ്ഡപത്തിലോ ജന്മഗൃഹത്തിലോ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ അനുവാദമില്ല. സന്ദർശകർ പുറത്തുനിന്നും സെൽഫി എടുക്കുകയാണ് പതിവ്. അകത്തെ കാഴ്ചകളിൽ പ്രധാനം അദ്ദേഹത്തിന് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ, മിസൈൽ സാങ്കേതിക വിദ്യയുടെ ഗവേഷകനായിരുന്നപ്പോൾ, രാഷ്ട്രപതിയായിരുന്നപ്പോൾ കിട്ടിയ ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിരുന്ന മരണമടഞ്ഞ ശ്രീ മുഹമ്മദ് മുത്തുമീര ലബ്ബൈ മരക്കാരുടെ കുടുംബവും മറ്റു സഹോദരന്മാർ മുസ്തഫ കലാം, കാസി മുഹമ്മദ് എന്നിവരാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. രാമേശ്വരം ക്ഷേത്രത്തിന് 1/2 കിലോമീറ്റർ മുൻപ് വലത്തേക്കുള്ള വഴിയാണ് കലിംഗരായർ ചത്രം ധനുഷ്കോടി വഴി അരിച്ചൽമുനയിലേക്ക്. മറ്റൊരു മാറ്റം, പഴയ കൊച്ചി ധനുഷ്കോടി ദേശീയപാത 49 ഇപ്പോൾ അരിച്ചൽമുനയിൽ അവസാനിക്കുന്ന മനോഹരമായ വീതി കൂടിയ ദേശീയപാത 87 ആയാണ് അറിയപ്പെടുന്നത്. ധനുഷ്കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അതിശക്തമായ കടൽക്കാറ്റിനെ തുളച്ച് മുമ്പോട്ട്. വലിയ വികസനം എത്തിച്ചേരാത്ത ഒരു മുക്കോ ഗ്രാമം. ഒരുപക്ഷെ പ്രവചനാതീതമായ കാലാവസ്ഥയായിരിക്കാം കാരണം. ഓലക്കുടിലുകൾ മാത്രം. ദൂരെ ധനുഷ്കോടിയിൽ പുതിയതായി നിർമ്മിച്ച ലൈറ്റ് ഹൗസ് കാണാം. നമ്മളിപ്പോൾ 60 വർഷങ്ങൾക്ക് മുൻപ് ജനത്തിരക്കുണ്ടായിരുന്ന ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ധനുഷ്കോടി ഉപേക്ഷിക്കപ്പെട്ട പ്രേതനഗരം. 1964 ഡിസംബർ 15 ആൻഡമാൻ ഉൾക്കടലിലുണ്ടായ ന്യൂനമർദ്ദം ഡിസംബർ 18 തീവ്രത കൂടി. ഡിസംബർ 22, 23 അർദ്ധരാത്രിയിൽ മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ അവശേഷിപ്പുകൾ. 7 മീറ്ററോളം ഉയരത്തിൽ ആഞ്ഞടിച്ച തിരമാലകളിൽ ഇന്ന് സങ്കല്പത്തിലുള്ള രാമസേതുവും പുനർനിർമ്മിച്ച അരിച്ചൽമുനയും നമ്മളിപ്പോൾ നിൽക്കുന്ന ധനുഷ്കോടിയും എല്ലാം നാമാവശേഷമായി. മുൻപ് ഞാൻ കണ്ട ധനുഷ്കോടിയിൽ കച്ചവടക്കാരെ ആരെയും പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല, എപ്പോഴും എവിടെയും തീരദേശ സംരക്ഷണ സേനയുടെ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സഞ്ചാരികൾക്കും കച്ചവടക്കാർക്കും യഥേഷ്ടം ഇവിടെ തുടരാം. 5 മണിക്ക് മുൻപ് എല്ലാവരും മടങ്ങണം. പിന്നെ തീരദേശ സംരക്ഷണ സേനയുടെ നിയന്ത്രണത്തിലാണ്. അവശിഷ്ടങ്ങൾ കാണാനാണെങ്കിലും സഞ്ചാരികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ വ്യക്തമായ അടയാളങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 1964 ചുഴലിക്കാറ്റിൽ നശിക്കുന്നതുവരെ ചെന്നൈ എഗ്മോറിൽ നിന്നും കേരളത്തിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ധനുഷ്കോടി വരെ ബോട്ട് മെയിൽ എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ഓടിയിരുന്നു. ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുത്താൽ ധനുഷ്കോടി വരെ ട്രെയിനിലും അവിടെ നിന്നും ശ്രീലങ്കയിലെ തലൈമന്നാർ വരെ കപ്പലിലും യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ കാലം മുതൽ ധനുഷ്കോടി തലൈമന്നാർ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഈ കാണുന്നത് 1964 മുമ്പ് പ്രശസ്തമായിരുന്ന ധനുഷ്കോടിയിലെ പുരാതനമായ പോർച്ചുഗീസുകാരാൽ നിർമ്മിക്കപ്പെട്ട സെൻറ് ആൻ്റണീസ് കത്തോലിക്ക പള്ളിയുടെ അവശേഷിപ്പുകളാണ്. 300-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ നിന്നും ലഭിച്ച പവിഴപ്പാറകൾ കൊണ്ട് നിർമ്മിച്ചത്. അന്ന് പുച്ചാപ്പട്ടി എന്നായിരുന്നു ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. സെയിൻറ്റ് ആൻ്റണീസ് പള്ളിയുടെ പുറകിലൂടെ കടൽ തീരത്തേക്കുള്ള വഴി. ധനുഷ്കോടിയിലെ ചുഴലിക്കാറ്റിൻ്റെ അവശേഷിപ്പുകൾ തേടി ഞാൻ നടക്കുമ്പോൾ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ കാണുന്ന കടലിൽ 800ഓളം കുടുംബങ്ങൾ ജീവൻ തിരിച്ചു കിട്ടാതെ ചുഴലിക്കാറ്റിൻ്റെയും പേമാരിയുടെയും കൂടെ ആർത്തലച്ചു വന്ന കടൽ തിരമാലകളിൽപ്പെട്ട് കടലാഴങ്ങളിൽ മറഞ്ഞു എന്നാണ്. അദ്ദേഹം ഉൾപ്പെടെ 3ഓളം പേർ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത് എന്നും പറഞ്ഞു. 2004 ഡിസംബറിലെ സുനാമിക്ക് മുൻപ് ദക്ഷിണേന്ത്യ കണ്ടറിഞ്ഞ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം. 2016 മുകുന്ദരായർ ചത്രം മുതൽ ധനുഷ്കോടി വരെയും ധനുഷ്കോടിയിൽ നിന്നും അരിച്ചൽമുന വരെയും 9.5 കിലോമീറ്റർ നീളത്തിൽ ദേശീയപാത നിർമ്മിക്കുന്നത്. അതിനു മുമ്പ് ധനുഷ്കോടി കാണാൻ പോകുന്നവർ മുകുന്ദരായർ ചത്രത്തിൽ നിന്നും ജീപ്പിലോ വീതിയുള്ള ടയർ ഘടിപ്പിച്ച മിനി ലോറിയിലോ മാത്രം പോകാൻ കഴിഞ്ഞിരുന്നു. വളരെ ദൂരെയായി കാണുന്ന കെട്ടിടാവശിഷ്ടമായിരുന്നു ധനുഷ്കോടിയിലെ അന്നത്തെ സർക്കാർ ആശുപത്രി. ഈ കാണുന്നത് ധനുഷ്കോടിയിലുണ്ടായിരുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ അവശിഷ്ടങ്ങളാണ്. കൂടാതെ കസ്റ്റംസ് ഓഫീസ്, ഹാർബർ, ഫിഷറീസ് ജെട്ടി, ക്ഷേത്രം എന്നിവയും ഇവിടെ ഉണ്ടായിരുന്നു. രാമേശ്വരം ടൗണിൽ നിന്നും 19 കിലോമീറ്റർ ദൂരം. ശ്രീലങ്കയിലേക്ക് ഇവിടെ നിന്നും 30 കിലോമീറ്റർ. പഴയ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പുതിയ ലൈറ്റ് ഹൗസ് 2022 മെയ് 14 കമ്മീഷൻ ചെയ്തു. പാക് കടലിടുക്കിലൂടെയും മാന്നാർ കടലിടുക്കിലൂടെയും സഞ്ചരിക്കുന്ന ബോട്ടുകൾക്കും കപ്പലുകൾക്കും സഹായമായി 53 മീറ്റർ ഉയരത്തിൽ 3 മീറ്റർ വ്യാസത്തിലുള്ള ഈ ലൈറ്റ് ഹൗസിൽ ഓരോ 20 സെക്കൻഡിലും ഫ്ലാഷ് ചെയ്യുന്ന 132 വാട്ട്സിൻ്റെ 3 ഗ്രൂപ്പ് ഫ്ലാഷ് ബൾബുകൾ
15 നോട്ടിക്കൽ മൈലാണ് ഇതിൻ്റെ പരിധി, എന്ന് വെച്ചാൽ 28 കിലോമീറ്റർ. മുക്കുവരുടെ വളരെ കാലമായുള്ള ആവശ്യമായിരുന്നു ഈ ലൈറ്റ് ഹൗസ്. പുതിയ ദേശീയപാത അരീച്ചൽ മുന വരെ നീട്ടിയപ്പോൾ അവിടെ വരെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് സർവീസും ധനുഷ്കോടിയിൽ പുതിയ പോസ്റ്റ് ഓഫീസും തുടങ്ങി. 1845 നിർമ്മിച്ച പഴയ ലൈറ്റ് ഹൗസ് ഇപ്പോഴും പാമ്പനിനടുത്ത് നിലനിൽക്കുന്നു. ഏകദേശം 20 മീറ്റർ ഉയരം. 42 മീറ്റർ ഉയരത്തിൽ വരെ സഞ്ചാരികൾക്ക് കയറി 360 ഡിഗ്രി ചുറ്റളവിൽ ധനുഷ്കോടിയെ കാണുമ്പോൾ ഒരു വശം ദൂരെ രാമേശ്വരവും മറുവശം ദൂരെ അരീച്ചൽ മുനയും രാമസേതുവും കാണാം. 2004 ഡിസംബറിലെ സുനാമിക്ക് മുൻപ് കടൽ 1600 അടിയോളം ഉൾവലിഞ്ഞപ്പോൾ പഴയ ധനുഷ്കോടി നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെള്ളത്തിനടിയിലുള്ള ഭാഗം കുറച്ചു നേരത്തേക്ക് തദ്ദേശവാസികൾക്ക് കാണാൻ സാധിച്ചു എന്നറിയുന്നു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനപ്രകാരം 1948-ലും 49-ലും ധനുഷ്കോടിയുടെ തെക്കൻ ഭാഗം മാന്നാർ ഉൾക്കടലിന് ചേർന്നുള്ള സ്ഥലം ഏകദേശം 5 മീറ്റർ താഴ്ന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫലമായി വടക്കുനിന്ന് തെക്ക് 7 കിലോമീറ്റർ നീളത്തിൽ 1/2 കിലോമീറ്റർ വീതിയുള്ള സ്ഥലം കടലിൽ മുങ്ങി. ലൈറ്റ് ഹൗസിലെ ലിഫ്റ്റിൽ 5 നില കയറുമ്പോൾ സന്ദർശക ഗാലറിയിലെത്തും. അവിടെ നിന്നും 360 ഡിഗ്രിയിൽ ദൂരക്കാഴ്ചകൾ. അരിച്ചൽ മുനയിലേക്ക്. മുമ്പ് ഇന്ത്യയുടെ തെക്കുകിഴക്കേ അറ്റം ധനുഷ്കോടിയായിരുന്നെങ്കിൽ ഇപ്പോൾ അരിച്ചൽ മുനയാണ്. ധനുഷ്കോടിയിൽ നിന്നും 4.5 കിലോമീറ്റർ ദൂരം തെക്ക് കിഴക്ക്. വേലിയിറക്ക സമയത്ത് ഇവിടെ നിന്ന് നോക്കിയാൽ 15 കിലോമീറ്റർ ദൂരെയുള്ള തലൈമന്നാർ എന്ന ശ്രീലങ്കയിലെ കടലോര ഗ്രാമം കാണാമെന്ന് പറയുന്നു. ചിലർ ദൂരദർശിനിയുമായി ഇവിടെ തലൈമന്നാർ കാണിക്കാൻ ഇരിപ്പുണ്ട്. 200 രൂപയാണ് 2 മിനിറ്റ് നേരത്തേക്ക്. രാമസേതുവിൻ്റെ ചില ഭാഗങ്ങളും പാക് കടലും മാന്നാർ ഉൾക്കടലും പരസ്പരം തിരമാലകളാൽ പുലുകുന്നതും വേലിയിറക്ക സമയത്ത് അരിച്ചൽ മുനയിൽ നിന്നാൽ കാണാൻ സാധിക്കും. പൗരാണികതയുടെ സഹായത്താൽ വിനോദസഞ്ചാര സാധ്യതകൾ മുമ്പിൽ കണ്ട്
പുനർനിർമ്മാണം നടത്തി ഉണ്ടാക്കിയെടുത്ത സ്ഥലം. അതാണ് അരിച്ചൽ മുന. മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കാറ്റിൻ്റെ വേഗത കൂടുകയും അതോടൊപ്പം തിരമാലകളുടെ ഉയരവും ശക്തിയും വർദ്ധിക്കുന്ന തെക്ക് കിഴക്ക് ഇന്ത്യയിലെ അപകടകരമായ മുനമ്പ് അല്പം അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ. എന്നിട്ടും രാമസേതു അല്ലെങ്കിൽ സേതുബന്ധനം എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തിച്ചേരുന്ന സ്ഥലം. വേലിയേറ്റ സമയമായതിനാൽ കടൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. രണ്ട് കടലിലെയും തിരമാലകൾ സംഗമിക്കുന്നത് കാണാൻ സാധിച്ചില്ല. അല്പദൂരത്തിൽ കടലിന് നടുവിൽ ചില കരഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. തദ്ദേശീയരായ മുക്കുവർ പറയുന്നു, രാത്രികാലങ്ങളിൽ തലേമന്നാർ നഗരത്തിലെ ലൈറ്റുകൾ ഇവിടെ നിന്നാൽ കാണാം എന്ന്. എൻ്റെ അറിവിൽ 5 മണിക്ക് കോസ്റ്റ് ഗാർഡ് വരുമ്പോൾ ഇവിടെയുള്ള എല്ലാ സഞ്ചാരികളെയും കച്ചവടക്കാരെയും ഒഴിപ്പിക്കും. അതിനു മുമ്പ് സ്ഥലം വിടുന്നത് നല്ലത്. അരിച്ചൽ മുനയിൽ നിന്നും മടങ്ങാം. ഈ ചുട്ടുപൊള്ളുന്ന വെയിലിലും സഞ്ചാരികളുടെ എണ്ണം കൂടി വരുന്നു. അരിച്ചൽ മുനയിൽ എത്തുന്നതിന് മുൻപ് ഇടതുഭാഗത്താണ് കടൽക്കരയിൽ ബലിയിട്ട് പിതൃതർപ്പണം നടത്തുന്നത്. ധാരാളം ആളുകൾ ആ കർമ്മം ചെയ്യുന്നു. രാമേശ്വരം ദ്വീപിൽ നിന്നും മടങ്ങുകയാണ്. വീഡിയോ ഇഷ്ടമായ സുഹൃത്തുക്കളെ ലൈക്ക് തരാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ. ഗുഡ് ബൈ.